കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സംസ്ഥാനത്തെ SSLC പരീക്ഷ അവസാനിച്ചു. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 3517 കുട്ടികളും 2 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് 60 കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് 6 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും പരീക്ഷാ സമ്മർദ്ദങ്ങൾക്കും ശേഷം സംസ്ഥാനത്തെ SSLC പരീക്ഷ അവസാനിച്ചു. ബയോളജി പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് സമാപനമായത്. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിലും 2 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് SSLC പരീക്ഷകൾ നടന്നത്. പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിൽ നിന്ന് 3517 കുട്ടികളും 2 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് 60 കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് 6 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. 322 കുട്ടികൾ പരീക്ഷ എഴുതിയ വീട്ടോട് എബനേസർ സ്കൂളിലാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഒരു വിദ്യാർത്ഥി വീതം പരീക്ഷ എഴുതിയ GHS ശിവൻകുന്ന്, NSSHS മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും A+ ലഭിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നല്ല എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു വന്നത്. ഏറ്റവും ചില കൺഫ്യൂസിംഗ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു തന്നെ എഴുതാൻ പറ്റും. നല്ല എളുപ്പമായിരുന്നു എക്സാം. ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന സബ്ജക്ട് ഏതായിരുന്നു? ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റും കുഴപ്പമില്ലായിരുന്നു. ഹയർ സെക്കൻഡറി VHSE പരീക്ഷ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. മെയ് 3 വാരത്തിനുള്ളിൽ SSLC പരീക്ഷ ഫലപ്രഖ്യാപനം നടത്തും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.